ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇന്നിടേണ്ട വീഡിയോ അല്ല. കാരണം ഇത് ഒന്നുകിൽ മാർച്ച് 31 അപ്ലോഡ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ഏപ്രിൽ 1 അപ്ലോഡ് ചെയ്യണമായിരുന്നു. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ലായിരുന്നു. പക്ഷെ നമ്മൾ എന്തിനും ഏതിനും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തെ ഒരു കാരണമാക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അത് ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് ഏപ്രിൽ 11 ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അല്ലറ ചില്ലറ ക്ലിപ്സൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു ഡെയിലി വ്ളോഗ്, അതായത് ഏപ്രിൽ റീസെറ്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപരേഖ കിട്ടിയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് എൻ്റെ ഏപ്രിൽ മാസത്തെ പൂജോ സെറ്റപ്പ്. അപ്പോൾ എന്തായാലും ആമുഖം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയല്ലോ എന്താണ് ഇന്നത്തെ കോണ്ടന്റ് എന്നുള്ളത്. അപ്പോൾ ഏപ്രിൽ മാസത്തെ പൂജോ സെറ്റപ്പാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ മാസത്തെ പൂജ സ്പ്രെഡ് കീ ഡെലിവറി സർവീസ് ആ ഒരു തീമാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ മാസത്തെ പൂജ ചെയ്തിട്ടില്ലായിരുന്നു, അതും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം. അപ്പോൾ കഴിഞ്ഞ മാസത്തെ പോലെ ഈ മാസവും ബുള്ളറ്റ് ജേണൽ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓർഗനൈസ്ഡ് ആയി പോകണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ചെയ്യാം. കുറേ സ്പ്രെഡ്സ് ഒന്നും വേണ്ട, കുറച്ച് സ്പ്രെഡ്സും, അതായത് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്പ്രെഡ്സ്. ഈ പൂജയിൽ, അതായത് 2025 ഈ പൂജ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ജാനുവരിത്തെ സ്പ്രെഡ്സ് 3 പേജസ് ഉണ്ടായിരുന്നു. ഫെബ്രുവരി ആയപ്പോൾ 2 പേജസ് ആയി. പിന്നെ മാർച്ചിലില്ല. പിന്നെ ഏപ്രിൽ ആയപ്പോൾ ഒരൊറ്റ പേജായി. ഇനി അടുത്ത സ്പ്രെഡ്സ് അര പേജിൽ ഒതുങ്ങാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ കവർ പേജ് സെറ്റ് ചെയ്യുന്നത്. ഇത് A4 സൈസിൽ വരുന്ന ബുക്കാണ്. അപ്പോൾ എൻ്റെ സ്ഥിരം പ്രേക്ഷകരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകും ഈ ബുക്കിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ അതായത് ആദ്യത്തിൽ ഈ ഒരു കുറച്ച് ഭാഗത്ത് ഇതുപോലെ ഫ്രണ്ട് കവറായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് താഴെ സ്പ്രെഡ്സ്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ഫോട്ടോ, അതായത് കിക്കിയുടെ ഒരു ഫോട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റെസിപ്റ്റും, അത് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് റെസിപ്റ്റ് അതും കീറിയിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു തീമിന് ബേസ് ചെയ്ത് വരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സും ഇതൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതായിരുന്നു. അപ്പോൾ അതും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്രെഡിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടോസ്റ്റർ, അതൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് വരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് എന്നാണെങ്കിൽ പറയാം. ഇനി താഴെയായിട്ട് ഞാനിതിൽ പെൻസിൽ കൊണ്ട് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് എവിടേക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിലായിട്ടും ആ റെസിപ്റ്റിൻ്റെ ഒരു ചെറിയ പോർഷൻ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് കിക്കിയുടെ ആ ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചൂലുണ്ടായിരുന്നു. ഈ ഒരു ചൂലിനെ ഇവിടെ ഒട്ടിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് പരത്തുന്നത്. അവസാനം വിചാരിച്ചും ഇതിൻ്റെ തലക്ക് മുകളിലായിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ അത് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഒരു സർക്കിൾ ഷേപ്പിൽ വരുന്ന ഒരു കിക്കിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാമറ ആംഗിളിലുള്ള വ്യത്യാസം കാരണം അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവില്ല. അതിന് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ സെൻട്രലായിട്ട് ഈ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആകെ ഈ ഒരൊറ്റ പേജിലുള്ളൂ. കാരണം എനിക്ക് ഈ മാസം ഒരു 1-2 ഗോൾ സെറ്റ് ചെയ്യണമെന്നുണ്ട്. ആ ഒരു 2 ഗോൾസും പിന്നെ വിഷ് ലിസ്റ്റ്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി. അപ്പോൾ ഒരു വിഷ് ലിസ്റ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാലോ. പിന്നെ ഹാബിറ്റ് ട്രാക്കറും, അതിൽ 2 ഹാബിറ്റ് മാത്രം. ഒന്ന് കംപ്ലീറ്റ് ചെയ്യാത്ത എംബ്രോയിഡറി കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഒരു ബുക്ക് വായിക്കണം. ബുക്ക് വായന ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ജാനുവരിയിൽ വായിച്ച് ഫെബ്രുവരിയിൽ വായിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. കുറച്ചെന്തോ വായിച്ചൊരു ബുക്ക്. പക്ഷെ അതിക്ക് എന്തോ ഇഷ്ടമായില്ല. പിന്നെ അത് അവിടെ വെച്ച്. പിന്നെ മാർച്ചിൽ പിന്നെ എനിക്ക് ഒന്നിനും സമയമില്ലായിരുന്നല്ലോ. അത് ആ ബ്ലോഗ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ മാർച്ച് അങ്ങനെ പോയി. പിന്നെ ഈ മാസം മുതൽ പിന്നെ സെറ്റ് ചെയ്ത് തുടങ്ങണം എന്നുണ്ട്. അപ്പോൾ ഒരു മഞ്ഞ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കുണ്ട്. അതെൻ്റെ അനിയത്തി, അവൾ തിരുവനന്തപുരം പോയിട്ടുണ്ടായിരുന്നു അവളുടെ ഇംഗ്ലീഷ് ക്ലബിൻ്റെ എന്തോ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോഴും അങ്ങനെ കണ്ട് വാങ്ങിച്ചതാണ്. അവൾ വായിച്ച് കഴിഞ്ഞിട്ടൊന്നുമില്ല. അതിന് മുമ്പ് ഞാനങ്ങോട്ട് എടുത്ത് പോകുന്നത്. ഞാൻ വായിച്ച് കഴിഞ്ഞിട്ട് തരാം ഇനി നിനക്ക്. അവൾക്ക് എന്തായാലും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വായിച്ച് കഴിഞ്ഞിട്ട് തരാം, നിനക്ക് എന്തായാലും ഇപ്പോൾ വായിക്കാൻ സമയമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും ഈ മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഹാബിറ്റ് ട്രാക്കറിലെ ഹാബിറ്റ് 1. പിന്നെ എംബ്രോയിഡറി, അതായത് ഞങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ ഒരു 90 സ്റ്റിച്ചസ് ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. എല്ലായിടത്തും ഇതായിട്ടുണ്ട്. ആ ഒരു സ്റ്റിച്ചസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ ഫ്രീ ആകുമ്പോൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. സെക്കൻഡ് സെമ്മിൽ വേറെ എന്തോ പേര് പറഞ്ഞ് കമ്മൽ കട്ടോരിയോ അങ്ങനെ എന്തോ ഒരു ത്രെഡിൻ്റെ പേര് പറഞ്ഞ് അത് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്ക്സ് ഒക്കെയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെമ്മ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഒരു കപ്പിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മിൽക്ക് ബോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏപ്രിലിൽ നിന്ന് ഒരു വെല്ലം ഷീറ്റിൽ എഴുതിയിട്ടും അതങ്ങനെ ഒരു ഡോട്ട് സ്റ്റിക്കർ വെച്ചിട്ട് അത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഗ്രിഡ് വാഷ് ടൈപ്പിൻ്റെ പീസും ഇങ്ങനെ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡെക്കറേഷൻസ് വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന സ്പ്രെഡ് ഒന്ന് ബഡ്ജറ്റും അത് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. പൊതുവേ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കരുത് എന്നുള്ളൊരു തോന്നലുള്ള കാര്യം. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ തന്നെ ചില കാര്യങ്ങൾ നന്നായിട്ട് വിലക്കിക്കൊണ്ടിരിക്കും. ആളെന്നെ പോലെയല്ല, ആൾ കുറച്ച് സ്പെൻഡിങ് നേച്ചറുള്ളൊരു ടൈപ്പാണ്.
പക്ഷെ ഞാൻ അത്ര സ്പെൻഡിങ് നേച്ചറുള്ള ടൈപ്പ് അല്ല. ഞാനായിരുന്നു പണ്ട്, പക്ഷെ ഞാനിപ്പോൾ ആ ഒരു സ്വഭാവം മാറ്റിയെടുത്ത് പൈസ കുറേ സേവ് ചെയ്യണം അങ്ങനെ ഒരു മൈൻഡാണ്. പക്ഷേ ഈ സ്റ്റേഷനറി ഐറ്റംസ് കാണുമ്പോൾ ഞാൻ പൈസ എങ്ങനെയൊക്കെ ചിലവാക്കിയിട്ട് പോകും. പക്ഷേ അല്ലാണ്ട് ഇങ്ങനെ ഈ ഫുഡ്, കോസ്മെറ്റിക്സ്, ആക്സസറീസ്, ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനത്തിനൊന്നും അല്ലാണ്ട് ഞാൻ അങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല. കോസ്മെറ്റിക്സിനൊന്നും ഞാൻ തീരെയും ചിലവാക്കാറില്ല. ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. പിന്നെ ഡ്രസ്സിന് പിന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് അങ്ങനെ ഇങ്ങനെ. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്സ് അതിനും കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഏപ്രിൽ മാസത്തെ പൂജ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓൾറെഡി പൂജ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. എന്നാലും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.